വിപക്ഷത്തിനും പ്രിയൻ, പ്രതിപക്ഷത്തിനും പ്രിയൻ. കോടതി കുടഞ്ഞാലും കൈവിടാത്ത സ്നേഹം. പറഞ്ഞു വരുന്നത് കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതി കേസിലെ പ്രതി ആർ ചന്ദ്രശേഖരനെ കുറിച്ചാണ്. ആള് കോൺഗ്രസ് അനുകൂല സംഘടന INTUC-യുടെ നേതാവാണ്. പക്ഷേ 10 വർഷക്കാലം പിണറായി വിജയൻ ചേർത്ത് പിടിച്ചു. പിന്നെ VD സതീശനും ഒന്ന് ശ്രമിച്ചു. അവസാനം കോടതി വടിയെടുത്തു. മടിച്ചാണെങ്കിലും നടപടിയെടുക്കാമെന്ന് സർക്കാർ തീരുമാനിച്ചു. നമുക്ക് ആദ്യം ഈ കേസിന്റെ ചരിത്രം ഒന്ന് നോക്കിയാലോ? പലരും മറന്നുപോയി കാണും, കാലം കുറച്ചായില്ലേ. കശുവണ്ടി വികസന കോർപ്പറേഷൻ, പേരിലുണ്ട് ഉദ്യമത്തിന്റെ ലക്ഷ്യം. അസംസ്കൃത കശുവണ്ടിയിൽ നിന്ന് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം. കോർപ്പറേഷന് കേരളത്തിലാകെ 30 ഫാക്ടറികൾ. 2005 മുതൽ 2016 വരെയുള്ള കാലയളവിൽ വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്തത് 1400 കോടി രൂപയുടെ തോട്ടണ്ടി. കോട്ടയത്തെ JMJ ട്രേഡേഴ്സ് ആണ് ഇറക്കുമതിയുടെ ഇടനിലക്കാർ. ജെയ്മോൻ ജോസഫിന്റെ കമ്പനിക്ക് വേണ്ടി എല്ലാ ചട്ടങ്ങളും കാറ്റിൽ പറത്തി. 2005 മുതൽ 2016 വരെയുള്ള കാലയളവിൽ 500 കോടിയുടെ അഴിമതി നടത്തി എന്നാണ് കേസ്. കടകംപള്ളി മനോജിന്റെ വർഷങ്ങൾ നീണ്ട പോരാട്ടം. നിയമസഭാ സമിതി, CAG, ഹൈക്കോടതിയുടെ എക്സ്പെർട്ട് കമ്മിറ്റി എന്നിവർ ക്രമക്കേടുണ്ടെന്ന് കണ്ടെത്തി. 10 വർഷത്തെ ഇടപാടിൽ അന്വേഷണം വേണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു. ആദ്യം വിജിലൻസ് കേസ് അന്വേഷിച്ചു. വിദേശ ഇറക്കുമതി ഉള്ളതിനാൽ കേസ് CBIക്ക് വിട്ടു. 2020 CBI കുറ്റപത്രം സമർപ്പിച്ചു. ആരൊക്കെയുണ്ട് പ്രതിപട്ടികയിൽ? 1. KA രതീഷ്, കശുവണ്ടി വികസന കോർപ്പറേഷന്റെ മുൻ MD, അതായത് 2005 മുതൽ 2016 വരെ MD. KA രതീഷ് ഇപ്പോൾ ഖാദി ബോർഡിന്റെ സെക്രട്ടറിയാണ്. 2. പ്രതിസ്ഥാനത്തുള്ളത് R ചന്ദ്രശേഖരൻ, കശുവണ്ടി വികസന കോർപ്പറേഷന്റെ മുൻ ചെയർമാനാണ്. INTUC-ന്റെ സംസ്ഥാന പ്രസിഡന്റും. JMG ട്രേഡേഴ്സിന്റെ ഉടമ ജെയ്മോൻ ജോസഫ്. അഴിമതി തെളിഞ്ഞു. സ്വാഭാവികമായും അഴിമതി നിരോധന നിയമപ്രകാരം പ്രതികളെ വിചാരണ ചെയ്യണം. CBI സർക്കാരിനോട് അനുമതി തേടി. പിണറായി വിജയൻ സർക്കാർ അനുമതി നിഷേധിച്ചു. ഒന്നല്ല, ഒന്നിലധികം തവണ. CJM കോടതി മുതൽ സുപ്രീം കോടതി വരെ പറഞ്ഞു, പ്രതികൾ വിചാരണ നേരിടണം. ആ കേട്ടത് ചരിത്രം. ഇനി നമുക്ക് വർത്തമാനത്തിലേക്ക് വരാം. അധികാരത്തിൽ നിന്ന് പിണറായി വിജയൻ മാറി VDS എത്തി. കോടതിയുടെ കടുത്ത വിമർശനങ്ങൾക്ക് ശേഷം പ്രതികളുടെ പ്രോസിക്യൂഷന് സർക്കാർ അനുമതി നൽകുകയാണ്. ഒരു 1.5 ഉത്തരവാണ് സർക്കാർ ഇറക്കിയത്. സർക്കാർ ഉത്തരവായി ഇറക്കുന്നതിന് മുൻപ് തന്നെ പ്രതിയായ R ചന്ദ്രശേഖരന് ആ ഉത്തരവ് കിട്ടിയെന്ന് മാത്രമല്ല, വാർത്താ സമ്മേളനം വിളിച്ച് ആ ഉത്തരവ് വായിക്കുകയും ചെയ്യുന്നു. പകർപ്പുകൾ വിതരണം ചെയ്യുന്നു. ഹൈക്കോടതിയുടെ സമ്മർദ്ദം മൂലമാണ് പ്രോസിക്യൂഷൻ അനുമതി നൽകേണ്ടി വന്നതെന്നാണ് സർക്കാർ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത്. കോടതിക്ക് ലഭിക്കാത്ത, പരാതിക്കാരന് ലഭിക്കാത്ത ഉത്തരവ് എങ്ങനെയാണ് പ്രതിക്ക് കിട്ടിയത്? പരാതിക്കാരൻ വിഷയം കോടതിയെ അറിയിച്ചു. എന്ത് അസംബന്ധമാണ് നിങ്ങൾ കാണിച്ചു കൂട്ടുന്നതെന്ന് കോടതി ചോദിച്ചു. വ്യവസായ വകുപ്പ് സെക്രട്ടറി K ബിജുവിനെതിരെ കോടതി അലക്ഷ്യ കേസെടുത്തു. നാളെ നേരിട്ട് ഹാജരാകണം. എങ്ങനെ ഇത്തരം ഒരു ഓർഡർ ഇറക്കാനാകുമെന്നാണ് കോടതി ചോദിച്ചത്. തെറ്റ് സർക്കാർ സമ്മതിക്കുന്നുണ്ട്. ഞങ്ങൾ കോടതിക്ക് കൊടുത്തില്ലല്ലോ, ആ ഉത്തരവ് കൊടുത്തില്ലല്ലോ. ആ ഉത്തരവിൽ തെറ്റുണ്ടെന്ന് കണ്ട് കോടതിയിൽ കൊടുത്തില്ലല്ലോ. അല്ലല്ല, കോടതിയിൽ കൊടുത്തില്ലല്ലോ. ഞങ്ങൾ അത് പരിശോധിച്ച് അത് കറക്റ്റ് ചെയ്ത് അതാണ് കോടതി കൊടുത്തത്. ഞങ്ങളുടെ പാർട്ടിക്കാരനായിട്ട് പോലും ഞങ്ങൾ പ്രോസിക്യൂഷൻ സാങ്ഷൻ ഞങ്ങൾ കൊടുക്കാൻ തീരുമാനിച്ചു. അതിൽ കൊടുത്ത ഉത്തരവിൽ ചില കാര്യങ്ങളുണ്ടായിരുന്നു. അത് തെറ്റാണെന്ന് കണ്ടപ്പോൾ കോടതിയിൽ കൊടുക്കണ്ടെന്ന് പറഞ്ഞു. ഞാനാ വിളിച്ചു പറഞ്ഞ കോടതിയിൽ കൊടുക്കണ്ടെന്ന്. അതിനുശേഷം ഞങ്ങൾ ഇത് കൊടുത്തു, കറക്റ്റ് ചെയ്ത് കൊടുത്തു. പിന്നെ എന്താ, വിവാദമായതോടെ ഉത്തരവ് സർക്കാർ തിരുത്തി. ആദ്യ ഉത്തരവിലെ വിവാദ ഭാഗം സർക്കാർ പൂർണ്ണമായും ഒഴിവാക്കുകയും ചെയ്തു. ഉപാധികളില്ലാതെ വിചാരണയ്ക്കാണ് സർക്കാർ ഇപ്പോൾ അനുമതി നൽകിയിരിക്കുന്നത്. തന്റെ കൈകൾ ശുദ്ധം എന്നാണ് R ചന്ദ്രശേഖരന്റെ നിലപാട്. 2005 മുതൽ 15 വരെയുള്ള ഒരു കാര്യത്തിൽ എന്നെ സംബന്ധിച്ച് എന്ത് റോൾ ഉണ്ടാകും നിങ്ങൾ തന്നെ കാണണം. കോടതിയിൽ വരുമ്പോൾ കോടതിയെ സംബന്ധിച്ച് നമുക്ക് കമൻറ്റ് പറയാൻ നമുക്ക് അവകാശമില്ല. അത് അദ്ദേഹത്തിൻ്റെ മനോധർമ്മമാണ്. അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വരുന്ന മെറ്റീരിയൽസ് വെച്ചുകൊണ്ടാണ് ഒരു ബഹുമാനപ്പെട്ട കോടതി പരാമർശങ്ങൾ നടത്തുന്നത്. ആ പരാമർശങ്ങളെ സംബന്ധിച്ച് ഞാനെങ്ങനെ മറുപടി പറയുന്നത്? നമുക്കൊരു കുലബന്ധം പോലും ഇല്ലാത്ത പ്രോസിക്യൂഷൻ പെർമിഷൻ കൊടുക്കണോ വേണ്ടേ എന്നുള്ള കാര്യത്തിൽ എന്നെ വെറുതെ വലിച്ചെടുക്കുക. പ്രോസിക്യൂഷൻ അനുമതി കൊടുത്താൽ എന്താണ് അതിൻ്റെ അടുത്ത പ്രോസസ്സ്? അടുത്ത പ്രോസസ്സ് സിമ്പിളാണ്. വിചാരണ വന്നാൽ വിചാരണ നേരിടും. അതല്ലെങ്കിൽ അതിൻ്റെ അടുത്ത മാർഗം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ നോക്കും, ഞാൻ നോക്കും.
അഴിമതിയുണ്ട് എന്ന് പല സർക്കാർ സംവിധാനങ്ങൾ കണ്ടെത്തിയ കേസിൽ എന്താണ് സർക്കാരിന് മറയ്ക്കാനുള്ളത്? ആർ ചന്ദ്രശേഖരനെ എന്തിനാണ് ഇങ്ങനെ സംരക്ഷിക്കുന്നത്? ഭരണം മാറിയാലും കുട പിടിക്കാൻ ആളുകളുണ്ട്. വർഷങ്ങളായി ഇതിന് പിന്നിൽ നടക്കുന്ന പരാതിക്കാരൻ കടകംപള്ളി മനോജിന് കുറച്ചധികം ഈ വിഷയത്തിൽ പറയാനുണ്ട്. എൻ്റെ അന്നത്തെ ഇന്നത്തെ ആരോപണം ഈ കമ്പനി രതീഷിൻ്റെ ബിനാമിയാണ്. രതീഷിൻ്റെ കസേര ഉറപ്പിക്കാൻ വേണ്ടി ഇവിടെ ചെയർമാനാക്കി ചന്ദ്രശേഖരനെ കൊണ്ടുവന്നതിൻ്റെ പ്രധാന ഉത്തരവാദിത്വം രതീഷിനാണ്. ചെയർമാൻ എന്ന നിലയിൽ ചന്ദ്രശേഖരൻ ആ രതീഷ് നടത്തിയ അഴിമതിക്കെല്ലാം കൂട്ടു നിൽക്കുകയും അതിൻ്റെ പങ്ക് പറ്റുകയും ചെയ്തിട്ടുണ്ട്. ഈ പണം പലർക്കും വീതം വെച്ച് പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ പ്രതികൾക്ക് ഇത്രയും കാലം സംരക്ഷണം കിട്ടിയത്. ഇതിലെ ഒന്നാം പ്രതിയായ ശ്രീ രതീഷിനെ, പിരിച്ചുവിട്ട രതീഷിനെ തിരിച്ചു വിളിച്ച് 2 സ്ഥാപനങ്ങളുടെ ചുമതല കൊടുത്ത സർക്കാരായിരുന്നു പിണറായി സർക്കാർ.